ഇല്ലടികളെ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ മലയാളത്തിൽ ഇല്ലടികളുടെ നമ്മുടെ തമിഴ് ഇൻഡസ്ട്രിയിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ അറിഞ്ഞോന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ച് ബ്ലോഗേഴ്സിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കി റിയാക്ടിങ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ നോക്കി. അപ്പൊ എനിക്ക് അധികം മനസ്സിലായില്ല. മനസ്സിലായി നമ്മുടെ ധനുഷിന്റെയും നമ്മുടെ നയൻതാരയുടെയും ഒരു വിഷയം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നയൻതാരയുടെ ഹസ്ബൻഡായ വിഘ്നേഷ് അദ്ദേഹത്തിന്റെയും കുറെ വിഷയങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. അതെന്താ സംഭവം ഏതാ സംഭവങ്ങൾ എനിക്കിനി കലങ്ങിയില്ല സത്യം പറയല്ലോ. അപ്പൊ ഞാൻ ഇപ്പൊ റീസെന്റ് ആയി നോക്കിയപ്പോൾ നമ്മുടെ ഷാനിസം എന്നൊരു നമ്മുടെ ഞാൻ പറഞ്ഞിട്ടില്ല നമ്മുടെ മിസ്റ്റർ ട്രോളയിലെ ക്രോമേറ്റൽ അല്ലെങ്കിൽ നമ്മുടെ ഷാനിസം ഇവരൊക്കെ എന്താ വെച്ചാൽ സ്റ്റോറി അപ്ഡേറ്റ് ചെയ്യും. മനസ്സിലായി. ഇപ്പൊ ന്യൂസ് കാര്യങ്ങളൊക്കെ ഞാൻ അതുവഴി അറിയുന്നത്. മനസ്സിലായില്ലേ. ഞാൻ അത് മുമ്പേ പറഞ്ഞു എന്താ വെച്ചാൽ ഇങ്ങനത്തെ ന്യൂസ് കാര്യങ്ങളൊക്കെ ഞാൻ അതുവഴി അറിയുന്നില്ല. മനസ്സിലായില്ല. അല്ലാതെ നമ്മളിപ്പോ കുത്തിയിരുന്ന യൂട്യൂബിൽ ന്യൂസും കാര്യങ്ങളൊന്നും കാണില്ല. ജസ്റ്റ് അവരൊരു ന്യൂസ് ഇട്ടിട്ടുണ്ടാവും, നമ്മൾ അത് കണ്ടിട്ട് അതിന്റെ പുറകെയാണ് നമ്മൾ പോകുന്നത്. മനസ്സിലായി. അപ്പൊ ഞാൻ ജസ്റ്റ് അവരിട്ട ഒരു ചെറിയ ഒരു ആർട്ടിക്കിൾ ഒരു ഫോട്ടോ ഇട്ടിട്ടില്ല, അത് ഞാൻ വായിക്കാം. അതിപ്പോ അപ്ഡേറ്റ് ആണ്. മനസ്സിലായോ. നഷ്ടപരിഹാര കേസിൽ ധനുഷ് മദ്രാസ് ഹൈക്കോടതിയിൽ, നയൻതാരയ്ക്കും വിഘ്നേഷിനും നോട്ടീസ്. ധനുഷ് നൽകിയ നഷ്ടപരിഹാര കേസിന് നയൻതാരയും വിഘ്നേഷ് ശിവനും മറുപടി നൽകണമെന്ന് കോടതി. പകർപ്പവകാശം ലംഘിച്ചെന്ന് പരാതി. നയൻതാരയെതിരെ ധനുഷ് മദ്രാസ് ഹൈക്കോടതി. അതന്നെയാണ് ഇവിടെ ചെന്നൈയിൽ നടക്കില്ല. നയൻതാര ധനുഷ് പോര് കോടതിയിൽ. ഞാനും റൌഡിതാൻ എന്ന സിനിമയുടെ ലൊക്കേഷൻ ദൃശ്യങ്ങൾ നയൻതാരയുടെ വിവാഹ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെയാണ് ചിത്രത്തിലെ നിർമ്മാതാവ് കൂടിയായ ധനുഷ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചത്. നയൻതാരയ്ക്ക് പുറമെ ഭർത്താവും സംവിധായകനുമായ വിഘ്നേഷ് ശിവൻ, നയൻതാരയുടെ ഉടമസ്ഥതയിലുള്ള റൌഡി പിക്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവർക്കെതിരാണ് ഹർജി. ധനുഷിന്റെ ഹർജിയിൽ നയൻതാരയ്ക്കും വിഘ്നേഷ് ശിവനും കോടതി നോട്ടീസ് അയച്ചു. ധനുഷ് നൽകിയ നഷ്ടപരിഹാര കേസിന് നയൻതാരയും വിഘ്നേഷ് ശിവനും മറുപടി നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. നേരത്തെ ഡോക്യുമെന്ററിയിൽ ഞാൻ റൌഡിതാൻ എന്ന ചിത്രത്തിലെ അണിയറ ദൃശ്യങ്ങൾ ഉപയോഗിച്ചതിനെതിരെ ധനുഷ് 10 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നയൻതാരയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. ധനുഷിനെതിരെ നയൻതാര സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചതോടെയാണ് സംഭവം പുറത്തിറങ്ങിയിരിക്കുന്നത്. 3 സെക്കൻഡ് വരുന്ന ദൃശ്യത്തിന് ധനുഷ് 10 കോടി രൂപ പെട്ടെന്നും ഇത് ശരിയായ നടപടിയല്ലെന്നും നയൻതാര പറഞ്ഞിരുന്നു. ധനുഷിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു നയൻതാര ഉന്നയിച്ചത്. അപ്പൊ അതാണ് ഇല്ലടല്ല എന്തോ ആ ക്ലിപ്പ് ഞാൻ റൌഡിതാൻ എന്ന നമ്മുടെ വിജയ് സേതുപതിയുടെ സിനിമ, അതിൽ നയൻതാര ചേച്ചിയുണ്ട്. അപ്പൊ അവിടെ എന്തോ അതിലെ ക്ലിപ്പ് വിവാഹ ഡോക്യുമെന്ററിയിൽ എന്തോ പകർത്തിയതിന് അങ്ങനെ എന്തോ സംഭവം കേസില്ല. കൂടുതൽ വിവരങ്ങളൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ജസ്റ്റ് ന്യൂസ് വായിച്ചെന്നുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുകയാണെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ അറിയുകയാണെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക, അതേ പറയാനുള്ളൂ. അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിലുള്ള അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ അതിന് എന്തെങ്കിലും ന്യൂസ് കിട്ടിയാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ റിയാക്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ മാത്രം വായിച്ചുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ മനസ്സിലായില്ലേ. അതേ പറയാനുള്ളൂ. അപ്പോൾ ബൈ.